നിങ്ങൾ വന്നിട്ട് എന്നെ ഗുരുവായൂർ കേറ്റാത്ത രീതിയിൽ ആക്കാൻ നോക്കിയാൽ എന്താ സംഭവിക്കാന്നറിയോ? ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ച ജസ്ന സലീം എങ്ങനെയാണ് കൃഷ്ണഭക്തയായത്? ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചതിന് ജസ്ന സലീമിനെതിരെ കേസെടുത്ത് പോലീസ്. കലാപശ്രമത്തിനാണ് കേസ്. കിഴക്കേ നടയിൽ കൃഷ്ണ വിഗ്രഹത്തിൽ മാല ചാർത്തി വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ചുവെന്നാണ് എഫ്ഐആറിലുള്ളത്. കൃഷ്ണഭക്തയായ ജസ്ന, അല്ലെങ്കിൽ അതിലും കൂടുതൽ അവരെ പരിചയപ്പെടുത്താൻ കൃഷ്ണഭക്തയായ ഒരു മുസ്ലിം യുവതി എന്ന വിലാസത്തിലാണ് ജസ്നയെ പ്രൊമോട്ട് ചെയ്തിരുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ചിത്രങ്ങൾ വരച്ച് സമൂഹ മാധ്യമങ്ങളിലൂടെ അത് പരസ്യം ചെയ്യുകയും കൃഷ്ണഭക്തന്മാരെ കയ്യിലെടുക്കുകയും ചെയ്തു ഇവർ. അതിനിടയിൽ മദ്രസയിൽ പഠിക്കുമ്പോഴുണ്ടായ ഒരു ദുരനുഭവം ഉസ്താദിൻ്റെ പേരിൽ ചാർത്തി വാർത്തകളിൽ ഇടം പിടിക്കുകയും ചെയ്തു. ശ്രീകൃഷ്ണ ജയന്തിക്ക് ഫോട്ടോ സമർപ്പിക്കാൻ ഗുരുവായൂർ വന്നതാണ്. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് കണ്ണന് ഭയങ്കര പവറാണെന്ന്. ആ ഒരു പവറ് എനിക്ക് ഇന്ന് ഇവിടെ കാണാൻ പറ്റി. ഞാൻ കണ്ണനെ വിഷ് ചെയ്യാൻ വന്നതാണ്. ഹാപ്പി ബർത്ത്ഡേ ടു യു കണ്ണ. തട്ടമിട്ട ഒരു മുസ്ലിം സ്ത്രീ ഉസ്താദിനെതിരെ പറയുകയും കണ്ണൻ്റെ പടം വരക്കുകയും ചെയ്തപ്പോൾ ഇവരെ അങ്ങ് സർവ്വശക്തിയും എടുത്ത് സംഘികൾ ഏറ്റെടുക്കുന്നതും നാം കണ്ടു. പിന്നീട് ഈ സംഘികൾ തന്നെ ഇവർക്കെതിരെ രംഗത്ത് വരുന്നതും നമ്മളൊക്കെ കണ്ടതാണ്. കൃഷ്ണൻ്റെ ചിത്രം വരയ്ക്കുമ്പോഴും ഗുരുവായൂർ അമ്പലത്തിൽ പോകുമ്പോഴും ജസ്ന തലയിൽ തട്ടമിടും. അല്ലാത്ത സമയങ്ങളിൽ തട്ടം അവിടെ ഉണ്ടാവില്ല. അങ്ങനെ രണ്ട് വള്ളത്തിൽ കാലുവെച്ച് കുത്തിത്തിരിപ്പാണ് ഇവളുടെ മെയിൻ ജോലി. ഹിന്ദു മതം സ്വീകരിച്ച് യഥാർത്ഥ കൃഷ്ണഭക്തിയായി ജസ്നക്ക് ജീവിതം മുന്നോട്ട് പോകാം. അല്ലെങ്കിൽ മുസ്ലിം സ്ത്രീയായി ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വത്തിൽ വിശ്വസിച്ച് മുസ്ലിമായി ജീവിക്കാം. ഇതിന് രണ്ടിനും അവകാശം ഉണ്ടായിരിക്കെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ രണ്ട് വള്ളത്തിൽ കാലിട്ടിരിക്കുന്നത് എന്തിനാണ്? കാണിച്ചു തരാം. ഞാനിത് തട്ടെങ്ങനെ അങ്ങോട്ടും ഊരി വെക്കും. എന്നിട്ട് പുള്ളമോളെ എന്നെ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രാട്ടോ. എനിക്ക് എന്നോട് മുഹബത്താ. നിനക്ക് ശനിതിനോട് മുഹബത്തുള്ളത് പോകണം. എനിക്ക് എന്നോട് മുഹബത്താവുള്ളേ. എന്നിട്ടിതേ ഇങ്ങനെ ഒരു പൊട്ടാട്ട് കുത്തും. ആ പൊട്ടും കുത്തി അയ്യോ ഞാൻ സുമംഗലിയാകും മറന്നുപോയി. പുള്ള സുമംഗലിയാണെന്ന് പുറത്തറിയിക്കാത്ത മാതിരി ഞാനങ്ങനല്ല കേട്ടോ. എൻ്റെ ഭർത്താവിനോട് ഭയങ്കര സ്നേഹ. അപ്പോൾ സിന്ദൂരവും തൊട്ട് ഞാനങ്ങ് മതങ്ങ് സ്വീകരിച്ചേക്കും. പിന്നെ എന്നാ ചെയ്യാൻ പറ്റും? പുള്ളച്ചേച്ചിനിക്കും പുള്ളച്ചേച്ചിൻ്റെ കൂട്ടക്കാർക്കും കുറേ വാലാട്ടികളുണ്ടല്ലോ, അവർക്കും എന്ത് ചെയ്യാൻ പറ്റും? ഇതൊക്കെ ഇപ്പോൾ പറയാൻ എന്തായിരിക്കും കാരണം എന്നാണ് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവുക. കാരണമുണ്ട്. ഇപ്പോൾ ജസ്ന സലീമിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. അതും കലാപശ്രമത്തിനാണ് കേസ്. കേസ് ചില്ലറയല്ല എന്ന് കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് എഫ്ഐആറും എടുത്തിട്ടുണ്ട് എന്നറിയുമ്പോഴാണ് കേസിന്റെ ഗൗരവം മനസ്സിലാവുക. ഇവർ ഗുരുവായൂർ ക്ഷേത്രത്തിന് മുന്നിൽ വെച്ച് കേക്ക് മുറിച്ച് ആ ദൃശ്യങ്ങളടക്കം സമൂഹ മാധ്യമങ്ങളിലൊക്കെ പങ്കുവയ്ക്കുകയൊക്കെ ചെയ്തിരുന്നു. ഈ വിഷയങ്ങൾക്കൊക്കെ ശേഷം ഹൈക്കോടതി ഒരു ശക്തമായ നിലപാടെടുത്തു. കാരണം ക്ഷേത്രങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കുള്ള ഇടമല്ല, അത് ഭക്തന്മാർക്കുള്ള സ്ഥലമാണ്. അവിടെ ഇത്തരത്തിൽ ദൃശ്യങ്ങളൊക്കെ പകർത്തി സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത് ജനശ്രദ്ധ പിടിച്ചുപറ്റാനുള്ള ശ്രമം അതൊന്നും അംഗീകരിക്കാൻ കഴിയില്ല. ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ പരിസര പ്രദേശങ്ങളിലൊക്കെ തന്നെ ഈ വീഡിയോഗ്രാഫിക്ക് നിയന്ത്രണം കോടതി ഏർപ്പെടുത്തുകയും ചെയ്തു. അതിനിടയിൽ ഈ കഴിഞ്ഞ മാസമാണ് ജസ്ന സലീം കിഴക്കേ നടയിലെ ദീപസ്തംഭത്തിനടുത്തൊരു കാണിക്കയുണ്ട്. ആ കാണിക്കയുടെ മുകളിൽ ഒരു കൃഷ്ണവിഗ്രഹമുണ്ട്. ആ കൃഷ്ണവിഗ്രഹത്തിൽ മാല ചാർത്തി അതിന്റെ വീഡിയോയൊക്കെ എടുത്ത് ഈ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചത്. അതിനെതിരെ ദേവസ്വം ബോർഡ് തന്നെയാണ്, അതായത് ഗുരുവായൂർ ദേവസ്വം തന്നെ പോലീസിൽ പരാതി നൽകിയായിരുന്നു. ആ പോലീസ് പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരു യഥാർത്ഥ കൃഷ്ണഭക്ത അല്ലെങ്കിൽ ഭക്തൻ ചെയ്യാൻ മടിക്കുന്ന കാര്യങ്ങൾ ഒരു അന്യജാതിയിൽപ്പെട്ട ഒരു സ്ത്രീ ചെയ്യുമ്പോൾ ഭക്തരെ അത് വല്ലാതെ ബാധിക്കും. അതാണ് ഇവിടെ യഥാർത്ഥത്തിൽ കോടതി വിധിയിലൂടെ വെളിയിൽ വന്നത്. സമൂഹത്തിൽ പല മതസ്ഥരിൽപ്പെട്ടവർ ജീവിത ഉപാധിയായും താല്പര്യപ്രകാരവും ചിത്രങ്ങൾ വരയ്ക്കുന്നവരാണ്. അവരെല്ലാം അത് അർഹിക്കുന്ന മര്യാദയോടെയാണ് ചെയ്യുന്നത്. അവരെയൊന്നും അംഗീകരിക്കാതെ തട്ടമിട്ട ഒരു സ്ത്രീ എന്ന് മാത്രം കണ്ട്
തലയിൽ ഏറ്റിവെച്ച് സംഘികൾക്ക് കിട്ടിയ വലിയൊരു അടി തന്നെയാണ് ജസ്നയുടെ ഈ കേസ്. കണ്ണിനെ ഒന്ന് മാറ്റി വരച്ചിട്ടുണ്ട്. ഇത് ഈ വർഷം ഗുരുവായൂർ വിഷുവിന് സമർപ്പിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വരച്ചതാണ്. 12 വർഷമായി ഗുരുവായൂർ ഞാൻ ഫോട്ടോ സമർപ്പണം ചെയ്യുന്നത്. അപ്പൊ ആദ്യമായിട്ടാണ് വെണ്ണക്കണ്ണനല്ലാതെ മറ്റൊരു കണ്ണനെ എന്ന് വെച്ചാൽ കുഞ്ഞു കണ്ണന്മാർ തന്നെയാണ്, പക്ഷെ എല്ലാ വർഷവും വെണ്ണക്കണ്ണൻ വെണ്ണ ഉണ്ണുന്ന കണ്ണിനെയാണ് ഞാൻ അവിടെ സമർപ്പിക്കാറ്. ആദ്യമായിട്ടാണ് വേറൊരു രൂപത്തിലുള്ള കണ്ണനെ ഞാൻ സമർപ്പിക്കുന്നത്. വീഡിയോ എടുക്കുന്നതിന് പോലും വലിയ നിയന്ത്രണമുള്ള ഗുരുവായൂർ അമ്പലനടയിൽ ഭക്തിസ്നേഹം നിറഞ്ഞു തുളുമ്പുന്ന കൃഷ്ണഭക്ത ജസ്നയുടെ റീച്ചിനുള്ള വീഡിയോ ഷൂട്ടുകളെല്ലാം ഒരുതരം പറ്റിക്കലാണെന്ന് നല്ലവരായ ഹിന്ദു മനുഷ്യർ മനസ്സിലാക്കി. ഈ ഒരു സ്ത്രീയുടെ കോപ്രായങ്ങൾ കാരണം നല്ലവരായ ഭക്തർക്ക് വീഡിയോ എടുക്കുന്നത് പോലും കോടതി നിരോധിക്കുകയുണ്ടായി. അവിടെ ഇവര് കുട്ടി കൃത്യമായിട്ട് ക്ലാസ്സിൽ വരേറ്റ് വിശുകാരനെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. അതേപോലെ ഒരു ഇസ്ലാമിൽ നിൽക്കാത്ത രീതിയിലുള്ള ഒരു വസ്ത്രം ഇട്ടിട്ടാണ് മദ്രസയിൽ വന്നത്. അപ്പൊ ഉസ്താദ് പറഞ്ഞ് ഈ ദിവസം ഇവിടെ വരാൻ പറ്റില്ല, പുറത്തിറങ്ങുന്നത്. അതിന് അവര് കുട്ടീന്റെ ടി സി വാങ്ങി അവർ പോയി. എന്നിട്ടാണ് അവർ പറഞ്ഞത് എന്റെ കുഞ്ഞുങ്ങളെ മദ്രസ പുറത്താക്കി പറഞ്ഞിട്ട് ഇവര് ഇത് മെസ്സേജ് അയച്ചു. എന്നിട്ട് നേരെ അപ്പുറത്തെ മദ്രസയിൽ പോയിട്ട് ഇവര് ചേർക്കാൻ വേണ്ടി പോയി. എന്നിട്ട് അവർ ക്യാമറ ഓണാക്കി വെച്ചിട്ട് പറഞ്ഞു ഉസ്താദിനോട് പറഞ്ഞു ഞാൻ കൃഷ്ണനാക്കിന്നാണ്. അവസ്ഥ നിങ്ങൾ ആരെ വേണമെങ്കിൽ മനസ്സിലാക്കുന്ന ഇവിടെ വിഷയമല്ല. ഇവിടുത്തെ വിഷയം എന്താ വെച്ചാൽ മദ്രസയിൽ കുട്ടികളെ പറഞ്ഞേക്കുന്നുണ്ട്, കൃത്യമായിട്ട് ക്ലാസ് പറഞ്ഞേക്കാനും കൃത്യമായിട്ട് ഇവിടെ പഠിപ്പിക്കാനും കഴിവുണ്ട്, കയ്യെങ്കിൽ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും. അപ്പൊ മൂപ്പര് നേരെ കുട്ടീനെ കൊണ്ടുപോയി പോയി മദ്രസയിൽ അടഞ്ഞു ചാത്തിയില്ല. എന്തെങ്കിലും ഒന്ന് നമ്മളുടെ കയ്യിൽ നിന്ന് കിട്ടണം. ഈ സ്ത്രീയാണോ അതോ? എന്തായാലും ഇവളെ അറസ്റ്റ് ചെയ്തത് എന്തുകൊണ്ടും നല്ലതാണ്. കാരണം മതസഹോദര്യത്തിൽ കഴിയുന്ന കേരള ജനതയെ ചിലരുടെ കയ്യിലിരിപ്പും അഹങ്കാരവും കൊണ്ട് തമ്മിലടിപ്പിക്കാനുള്ള വഴിമരുന്നായി ഈ പെണ്ണ് മാറരുത്. ഈ സലീമിനെ കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ? നിങ്ങൾ ആരെങ്കിലും സലീമിനെ കണ്ടിട്ട് പോലും ഇല്ലേ? സലീമിനെ കുറെ മുന്നേ കണ്ടിട്ടുണ്ടെന്നല്ലാണ്ട് സലീം ഇപ്പൊ കുറെ വർഷങ്ങളായിട്ട് ഗൾഫിൽ തന്നെ. അപ്പൊ അയാൾ നാട്ടിലേക്ക് വരുന്നില്ല? വ്യക്തി കുറവ്. എന്തൊരു കേസ് അവർക്ക് അന്വേഷിച്ചു ഒരു കേസ്, ഒരു അനാവശ്യ കേസ് കൊടുത്തിട്ട് സലീം അതിൽ സാക്ഷി ചെയ്യുന്നല്ലേ. ഞാൻ പുറമേ നടന്നതാണ്, അതിന്റെ സത്യാവസ്ഥ കറക്റ്റ് അറിയില്ല. അപ്പോ അതില് ആ കേസ് ഇവർക്കെതിരെ വിധി വന്നിട്ട് സലീമിനെതിരെ എന്താ വാറണ്ടെന്നുണ്ടെന്നുള്ള ആരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതെന്ത് കേസാണ്? ഇതേ വിഷയം തന്നെയാണോ? അത് നമ്മളെ ആൾക്കാരായിട്ടല്ല, അപ്പൊ മറ്റുള്ള ആൾക്കാർ എന്തോ ഒരു പ്രശ്നമായിട്ട് അവിടെ ചോദിക്കാൻ പോയപ്പോ അവർ പീഡിപ്പിച്ചെന്ന് പറഞ്ഞിട്ടുള്ള കേസ് കൊടുത്താണ് കേട്ടത്. ഇവരിങ്ങനെ നിരന്തരം ഇവരുടെ സുഹൃത്തുക്കളായിട്ടുള്ള ആണുങ്ങൾക്കെതിരെ വരെ ഇവരിങ്ങനെ മോളെ പീഡിപ്പിക്കുന്നു പറഞ്ഞ് ഇങ്ങനെ പോക്സോ കേസൊക്കെ കൊടുത്തതായിട്ട് അത് ഇവരുടെ സ്ഥിരം പരിപാടിയാണ് മനസ്സിലാവുന്നത്. അവരുടെ സ്ഥിരം പരിപാടിയാണ്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ അമ്പലത്തിലൊരു പരിപാടിക്ക് ഞങ്ങൾ പോയപ്പോ അത് എല്ലാ വർഷവും ഞങ്ങൾ പോകുന്നത് കമ്മിറ്റിക്കാരൻ സാധനം അവർ ക്ഷണിക്കും. നമ്മളെ തൊട്ട പള്ളിയുടെ പ്രത്യേകത കണ്ടില്ല. അപ്പൊ നമ്മൾ എല്ലാ വർഷവും ഒരു സ്ഥലത്ത് പോയിട്ട് ഞങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാകും. അത് ഞങ്ങൾ പോയെന്നുള്ള വീഡിയോ വെച്ചിട്ട് കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി. പക്ഷെ നമ്മുടെ നാട്ടിലുള്ളവർക്ക് എല്ലാവർക്കും ഇവിടെ അറിയുന്നത് കൊണ്ട് നമ്മുടെ നാട്ടിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രശ്നങ്ങളും ഉണ്ടായില്ല. ജസ്ന സലീം എന്നതിലെ സലീം ആരാണെന്ന ചോദ്യം ചോദിക്കുന്നവരോട് അത് അച്ഛനാണോ ഭർത്താവാണോ എന്നതിന് തൻ്റെ ഭർത്താവാണെന്നാണ് ഇവൾ പറഞ്ഞത്. എന്നാൽ ചിലരുടെ അന്വേഷണത്തിൻ്റെ ഫലമായി സലീം എന്നയാൾ ഗൾഫിലാണെന്നും നാടുമായി അദ്ദേഹത്തിന് ഒരു ബന്ധവുമില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അതിലും ഒരു ദുരൂഹത ബാക്കിയാണ്. ഇനിയിപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്നവർക്ക് ആർക്കെങ്കിലും സലീമിനെ കുറിച്ച് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യണേ. മുസ്ലിം പേരുണ്ടെങ്കിലും അവളുടെ കുടുംബം അവിടുത്തെ മഹല്ലുമായി ഒരു ബന്ധവുമില്ല എന്നറിയുമ്പോഴാണ് ഇവളുടെ കള്ളക്കളികൾ പുറത്തു വരുന്നത്. ഇവരിങ്ങനെ നിരന്തരം ഇവരുടെ സുഹൃത്തുക്കളായിട്ടുള്ള ആണുങ്ങൾക്കെതിരെ വരെ ഇവരിങ്ങനെ മോളെ പീഡിപ്പിക്കുന്നു പറഞ്ഞ് ഇങ്ങനെ പോക്സോ കേസൊക്കെ കൊടുത്തതായിട്ട് അത് ഇവരുടെ സ്ഥിരം പരിപാടിയാണ് മനസ്സിലാവുന്നത്. പരിപാടിയാണ്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ അമ്പലത്തിലൊരു പരിപാടിക്ക് ഞങ്ങൾ പോയപ്പോ അത് എല്ലാ വർഷവും ഞങ്ങൾ പോകുന്നത് കമ്മിറ്റിക്കാരൻ സാധനം അവർ ക്ഷണിക്കും. നമ്മളെ തൊട്ട പള്ളിയുടെ പ്രത്യേകത കണ്ടില്ല. അപ്പൊ നമ്മൾ എല്ലാ വർഷവും ഒരു സ്ഥലത്ത് പോയിട്ട് ഞങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാകും. അത് ഞങ്ങൾ പോയെന്നുള്ള വീഡിയോ വെച്ചിട്ട് കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി. പക്ഷെ നമ്മുടെ നാട്ടിലുള്ളവർക്ക് എല്ലാവർക്കും ഇവിടെ അറിയുന്നത് കൊണ്ട് നമ്മുടെ നാട്ടിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രശ്നങ്ങളും ഉണ്ടായില്ല. അത് ശരി. അപ്പൊ ഇവളൊരു പൊതുശല്യമാണ്. ഈ സലീമിനെയും ജസ്നാനെയും ഈ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം. അത് ശരി. അപ്പോ അവർക്കറിയാം ഇവള് പറയുന്നത് കള്ളത്തിലാണെന്നുള്ള അറിയുന്നത് കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു പ്രശ്നമില്ല. അത് ശരി. നിങ്ങൾ മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ പിന്നെ ക്ഷേത്ര കമ്മിറ്റിയുടെ ക്ഷണം അനുസരിച്ച് നിങ്ങൾ അവിടെ പോയതും അതിന്റെ വീഡിയോ വെച്ച് ഹിന്ദുക്കൾക്ക് മുസ്ലിങ്ങൾക്ക് ഇടയിൽ ഒരു ഭിന്നിപ്പുണ്ടാക്കാൻ ഒരു ശ്രമം ഇവിടെ നടത്തി. അത് ശരി. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ നാട്ടിലുള്ള ഹിന്ദു മതവിശ്വാസികളും മുസ്ലിം മതവിശ്വാസികളും ഇവളെ പൂർണ്ണമായും അവഗണിച്ചിരിക്കുകയാണ്. അത് ശരി. നാട്ടിലുള്ള ആരുമായിട്ട് സംസാരിക്കുക, നാട്ടിലുള്ള ആൾക്കാരായിട്ടുള്ള ഒരു ബന്ധമൊന്നുമില്ല. എന്തായാലും ഉള്ളിൽ കുറച്ച് കിടക്കട്ടെ, സ്വസ്ഥമായി ആരുടെയും ശല്യമില്ലാതെ ചിത്രം വരയ്ക്കാമല്ലോ.
മനസ്സിലിരിപ്പ് എല്ലാം എല്ലാവരും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇവളുടെ ചിത്രങ്ങൾ ഇനി ആര് വാങ്ങും എന്നതും ജീവിക്കാനായി വേറെ എന്തെങ്കിലും ജോലി നോക്കേണ്ടി വരുമോ എന്നതും നിന്റെ വിധി പോലിരിക്കും. ഇത് നീ സ്വയം വരുത്തിയ വിധിയാണ്. ആ വിധിയിൽ നിന്നെ ഉപയോഗിച്ചിരുന്ന സംഘികളും സന്തോഷിക്കും. കാരണം ഇടപെട്ടത് കോടതിയാണ്. അതുകൊണ്ട് തന്നെ കോടതിയുടെ വിധി പോലിരിക്കും കപടകൃഷ്ണഭക്തിയായ ജസ്ന സലീമിൻ്റെ ഭാവി വിധി.